എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് പണത്തിൻ്റെ അധിപത എന്നറിയപ്പെടുന്ന ഒരു ഏഞ്ചലിനെ കുറിച്ചിട്ടാണ്. ഏഞ്ചലിൻ്റെ പേരാണ് നിധിക ദേവത. നിധിക ദേവയെ കുറിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യം ആരാണ് നിധിക ദേവത എന്ന് പറയാം. ശരിയായ രീതിയിൽ പറയുകയാണെങ്കിൽ നിധിക ദേവത എന്നുള്ളതൊരു ദേവതയല്ല, മറിച്ച് ഒരു ഗുഡ് സ്പിരിറ്റാണ്. നമുക്കെല്ലാവർക്കും വളരെ ശാന്ത സ്വഭാവമുള്ള ഒരു പുണ്യാത്മാവിനെയാണ് നിധിക സ്പിരിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ എല്ലാവരും നിധിക ദേവത എന്നാണ് പറയാറ്. നിധിക ദേവതയുടെ പേര് വിളിച്ച് എങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ള തുക നേടിയെടുക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. നമുക്കെല്ലാവർക്കും പണത്തിന് പല രീതിയിലുള്ള ആവശ്യങ്ങൾ ഉണ്ടാവില്ല അല്ലേ? നിധിക ദേവതയെ വിളിച്ച് നമുക്ക് ആവശ്യമുള്ള പണം എങ്ങനെയാണ് നേടിയെടുക്കണമെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കേൾക്കാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്ത് പോകരുത്. നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു മെത്തേഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. നിധിക ദേവത എന്നാൽ പണത്തിൻ്റെ അധിപത എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള രൂപ എത്ര രൂപയാണെങ്കിലും ആ തുക ദേവത അല്ലെങ്കിൽ ആ ഗുഡ് സ്പിരിറ്റ് തന്നെ നമ്മളെ തന്ന് സഹായിക്കും. പലർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ജീവിതത്തിൽ അല്ലേ? ചിലവർക്ക് ജോലി സംബന്ധമായിട്ട് തടസ്സങ്ങളുള്ളവർക്ക്, പണ തടസ്സം അനുഭവിക്കുന്നവർക്ക്, അതുപോലെ നമുക്ക് സാമ്പത്തികമായിട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. വിദ്യാഭ്യാസ സംബന്ധമായിട്ട് ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ടാവും. അതുപോലെ നമ്മൾ പണം കൊടുത്തിട്ട് അത് തിരിച്ച് കിട്ടാതെ വിഷമിക്കുന്നവരുണ്ടാവും. അങ്ങനെ അവർക്ക് ആവശ്യപ്പെട്ട തുക പെട്ടെന്ന് കിട്ടാനും ആ സമയത്തിന് കിട്ടാനും നമ്മൾ ആഗ്രഹിക്കുന്ന പൈസ നമുക്ക് കിട്ടാനൊക്കെ നമ്മൾക്ക് സഹായിക്കുന്ന ഒരു ദേവതയാണ് ഈ നിധിക ദേവത. പൂർണ്ണമായും സമ്പത്തിൻ്റെ ദേവത എന്നാണ് നിധിക ദേവതയെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി മാത്രം നിധിക ദേവതയെ ആശ്രയിക്കുന്നവരാണ് കൂടുതലും. നമുക്ക് പെട്ടെന്ന് കുറച്ച് പണം ആവശ്യം വന്നു, ഇന്ന് നമുക്ക് വളരെ അത്യാവശ്യമായി കുറച്ച് രൂപ വേണം, അല്ലെങ്കിൽ നമുക്ക് വീടിൻ്റെ വാടക കൊടുക്കാനും അങ്ങനെ പലർക്കും പല രീതിയിലുള്ള ചിലവുകൾ ഉണ്ടാവുമല്ലോ. ഉടനെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പണം വേണ്ട സാഹചര്യത്തിൽ നിങ്ങൾക്ക് പണം തന്ന് സഹായിക്കുന്ന ഒരു ദേവതയാണ് ഈ നിധിക ദേവത. എങ്ങനെയാണ് നിങ്ങൾക്ക് നിധിക ദേവതയെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആവശ്യം ഉള്ള പണം നമ്മൾ എങ്ങനെയാണ് ആവശ്യപ്പെടുന്നത് ദേവതയോട്? നിധിക ദേവ എന്നുള്ളത് ഒരു ഗുഡ് സ്പിരിറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. കാരണം രാത്രിയിൽ ദേവതയെ പ്രാർത്ഥിക്കാൻ പാടില്ല, മറിച്ച് രാവിലെ 4 മണി മുതൽ രാത്രി 9 മണി വരെയുള്ള സമയത്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഏതൊരു സമയത്തും നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് പ്രാർത്ഥിക്കുക. അതായത് 9 മണിക്കുള്ളിൽ വരെയുള്ള ഏത് സമയത്തും നമുക്ക് ദേവതയെ വിളിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഞാനൊരു സിമ്പിൾ ഇതിനകത്ത് കൊടുക്കാം. ഈ സിമ്പിൾ നോക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത്, നിധിക ദേവിയെ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഈ തുക ഏത് വിധേനയും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇന്ന് നിങ്ങൾക്ക് ഒരു 10,000 രൂപയാണ് ആവശ്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 30,000 രൂപയാണെങ്കിലും അത് ഏത് വിധേനയും നിങ്ങൾക്ക് ആ തുക മാത്രം, അതായത് നിങ്ങൾ ആഗ്രഹിച്ച് 10,000 രൂപയാണെങ്കിൽ ആ 10,000 രൂപ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ നിങ്ങൾ തുടർച്ചയായിട്ട് ഈ സിമ്പിൾ നോക്കി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടതിലേറെ തുക നമുക്ക് ദേവത എത്തിച്ചു തരുന്നതാണ്. അതുപോലെ സഹായിക്കുന്ന ഒരു ദേവതയാണ് നിധിക ദേവത. നമുക്ക് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആവശ്യമുള്ള പണവും, അതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മളിത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഈ സിമ്പിൾ നോക്കി കുറേ നാളിങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കൂടുതൽ നമുക്ക് പൈസ നമ്മുടെ കയ്യിലോട്ട് വരും. ഇതെല്ലാം നമ്മുടെ വിശ്വാസപ്രകാരം മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മുടെ 2 മനസ്സോടുകൂടി ഇത് വിശ്വസിച്ചിട്ട് കാര്യമില്ല, നടക്കോ ഇല്ലയോ അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. ഇത് നടക്കും എന്ന് വിചാരിച്ചിട്ട് നല്ല മനസ്സോടെ നിങ്ങളിത് ചെയ്തു നോക്കൂ. അപ്പോൾ ഉറപ്പായിട്ടും ദേവത നിങ്ങൾക്ക് പൈസ തരുന്നതാണ്. താല്പര്യമില്ലാത്തവർ ഈ വീഡിയോ കാണാൻ ശ്രമിക്കരുത്, ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് പോവുക. അപ്പോൾ രാവിലെ 4 മണി മുതൽ 9 മണി, രാത്രി 9 മണിയുള്ള ഏതൊരു സമയത്തും നമുക്ക് വേണമെങ്കിലും ശാന്തമായി, അതായത് മനസ്സോടുകൂടി നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഇരിക്കുക. പൂർണ്ണമായും ഇതൊരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ്. അതിനാൽ തന്നെ നിങ്ങൾക്ക് മാംസാദികളോ പുലവാലായ്മയുണ്ടോ പീരിയഡ്സ് ടൈം അതൊന്നും പ്രശ്നമില്ല. നമുക്ക് നല്ല പൂർണ്ണ മനസ്സോടെ നല്ല വിശ്വാസത്തോടെ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം എത്രയാണോ ആ എത്രയോ രൂപ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഫിക്സ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ 1,00,000 അല്ലെങ്കിൽ 50,000 രൂപയാണോ അത് മനസ്സിൽ ഫിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിൽ നമ്മൾ എഴുതി വെക്കാം. ഇനി നിങ്ങൾ താഴെ ഇരുന്ന് കൊണ്ട് ഈ ചിഹ്നത്തിൽ, ഞാൻ ഇവിടെ ഒരു ചിഹ്നം കൊടുക്കുക, ഈ ചിഹ്നത്തിൽ നോക്കിയിട്ട് ആ ഒരു ചിഹ്നം എങ്ങനെയാണ് നോക്കേണ്ടതെന്നും ഞാൻ വ്യക്തമായിട്ട് പറയാം കേട്ടോ. ആഡംബരത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദേവതയായ നിധിക ദേവിയുടെ ചിഹ്നമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് നോക്കേണ്ടതെന്നാൽ, ആദ്യം നിങ്ങൾ ആഗ്രഹിച്ച ഒരു തുക കിട്ടിയതായി ആദ്യം നിങ്ങൾ സങ്കല്പിക്കുക. പിന്നീട് ആ വട്ടത്തിൻ്റെ മുകളിൽ 4 വശങ്ങളിൽ ഓരോ പേര് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ മുകളിൽ ആ പേര് 2 സെക്കൻഡ് നോക്കേണ്ടതാണ്. ഇനി പതുക്കെ നിങ്ങളുടെ കണ്ണുകൾ ഇടതുവശത്തിൽ നിന്ന് മാറുക. വീണ്ടും നിങ്ങളുടെ കണ്ണുകൾ വലതുവശത്തേക്ക് മാറ്റുക. താഴെ എഴുതിയിരിക്കുന്നതിലേക്ക് നോക്കുക. പിന്നീട് ആ വട്ടത്തിലേക്ക് നോക്കുക. ആൻറ്റി ക്ലോക്ക് വേസിലേക്ക് ഇങ്ങനെ കണ്ണ് ചുറ്റിച്ച് നോക്കുക. ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം വട്ടത്തിനുള്ളിൽ ഒരു ആരോ കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കി
നിങ്ങൾക്ക് ആവശ്യമുള്ള തുക എനിക്ക് എത്തിച്ചു തന്നതിന് നന്ദി എന്ന് നിധികാ ദേവതയെന്ന് പറയുക. ഈ ഉടനെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം എത്ര നേരം കോൺസെൻട്രേഷനോട് കൂടി ആ സിമ്പിൾ നോക്കി നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ സാധിക്കുന്നുവോ അത്രയും ഗുണം കിട്ടും. അത്രയും നേരം സിമ്പിൾ നോക്കുക. ഇങ്ങനെ നോക്കി ഇങ്ങനെ ഒരു ആൻറ്റി ക്ലോക്ക് വൈസിലാണ് നമ്മൾ നോക്കേണ്ടത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ശരിക്കും ആൻറ്റി ക്ലോക്ക് വൈസിലേക്ക് തന്നെ നോക്കുക. മനസ്സ്, അതായത് വേറെ ചിന്തകളൊന്നും പാടില്ല. ഈ ഒരു ചിന്തയിലേക്ക് മാത്രം നോക്കിയിരുന്നിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒന്നും പറ്റിയില്ല, നിങ്ങൾക്ക് ഇത് എടുത്തിട്ട് നിങ്ങളിങ്ങനെ നോക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ ഈ സിമ്പിൾ നിങ്ങൾ എടുത്തിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടോ അത് പ്രിൻ്റ് ഔട്ടോ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള തുക എത്രയാണോ അത് ദേവതയോട് പറഞ്ഞാൽ മതിയാകും. പക്ഷേ നമ്മൾ ഇതിലും ശരിയായിട്ടൊരു രീതി എന്ന് പറഞ്ഞത് നമ്മൾ ശരിക്കും ആ ഒരു ഫോട്ടോയിലേക്ക് നോക്കി നമ്മുടെ ആ ഒരു കോൺസെൻട്രേഷനിൽ നോക്കി പ്രാർത്ഥിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ സമയമില്ലാത്തവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താലും നമുക്ക് ഗുണം കിട്ടും. എനിക്ക് ആവശ്യമായ 1,00,000 രൂപ ഇപ്പോൾ തന്ന് അനുഗ്രഹിച്ചതിന് നന്ദി നിധികാ ദേവതയെ എന്ന് നിങ്ങൾ ശ്രദ്ധ മാറാതെ ചൊല്ലുവാൻ സാധിക്കും അത്രയും തവണ നിങ്ങൾ ചൊല്ലുക. അതിനുശേഷം എൻ്റെ ആവശ്യം നിറവേറ്റി തന്ന നിധികാ ദേവിയെ സമാധാനത്തോടെ പോയി വരിക. ഇങ്ങനെ 7 പ്രാവശ്യം ചൊല്ലേണ്ടതാണ്. അതായത് നിങ്ങളുടെ ആഗ്രഹം എത്ര തവണ വേണമെങ്കിലും ചൊല്ലാം. പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ 7 തവണ ചൊല്ലണം. കാരണം ഇതൊരു ഗുഡ് സ്പിരിറ്റാണ്. ആ സ്പിരിറ്റിനോടാണ് നമുക്ക് ആവശ്യമായ തുക ചോദിക്കുന്നത്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതായത് നല്ല മനസ്സോടെ ചെയ്താൽ ഫലം മാത്രമേ കിട്ടുള്ളൂ. അതായത് 2 മനസ്സോടെ ചെയ്താൽ ഫലം കിട്ടില്ല. എങ്കിലും ഒത്തിരി പേർക്ക് നിധികാ ദേവതയെ വിശ്വാസമുണ്ട്. ചോദിക്കുന്ന സമയത്ത് ദേവത പണം കൊടുത്ത് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി 9 മണിക്കുള്ളിൽ തന്നെ ഇത് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കണ്ണുകൾ അടച്ച് മനസ്സ് ശാന്തമായി വെക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഒരു ദിവസം ചെയ്യുമ്പോഴേക്കും തുടർച്ചയായി ചെയ്യുമ്പോഴേക്കും വ്യത്യാസങ്ങളുണ്ട്. ചിലർക്ക് ഒരു ദിവസം ചെയ്യുമ്പോൾ തന്നെ ആ ഫലം കിട്ടും. ചിലർക്ക് തുടർച്ചയായി ചെയ്യുമ്പോഴായിരിക്കും ഫലം ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രിൻ്റ് ഔട്ടൊക്കെ എടുക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഫോട്ടോ നോക്കിയിട്ട് നമ്മൾ ദേവതയെ വെറുതെ എങ്ങനെ വിളിച്ചാൽ ഗുണം കിട്ടുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് ഇതൊന്നും നമ്മൾ ആൻറ്റി ക്ലോക്ക് വേസിലൊക്കെ നോക്കാതെ വേറെ ഒന്നും സമയമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇനി അതിൽ വെറുതെ എങ്ങനെ ദേവതയെ വിളിക്കേണ്ടതെന്ന് പറയാം. നിധികാ ദേവതയെ എനിക്ക് 20,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ തന്ന് സഹായിച്ചതിന് നന്ദിയെന്ന് രേഖപ്പെടുത്തുക. ഇത് തുടർച്ചയായി രേഖപ്പെടുത്തേണ്ടതാണ്. നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ചൊല്ലുകയാണെങ്കിലും അത്ര പ്രാവശ്യം നിങ്ങൾക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമേ ചിന്തയുണ്ടാവാൻ പാടുള്ളൂ. വേറെ ഒരു ചിന്തകളും മനസ്സിലുണ്ടാവരുത്. അതായത് നമ്മളിപ്പോൾ പറയുന്നുണ്ടല്ലോ, നിധികാ ദേവതയെ എനിക്ക് 10,000 രൂപ തന്ന് സഹായിച്ചതിന് നന്ദി. അങ്ങനെ എത്ര പ്രാവശ്യമാണോ നമുക്ക് പറയാൻ പറ്റുന്നത് അത്രയും പ്രാവശ്യം പറയുക. ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിൽ വേറെ ചിന്തകൾ, നമ്മുടെ ശ്രദ്ധ ഇതിൽ തന്നെ ആയിരിക്കണം. പിന്നെ 2 മനസ്സോടുകൂടി ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ആ ഒരു ഫലം കിട്ടുള്ളൂ. വേറെ ഒരു ചിന്തകളും മനസ്സിലുണ്ടാവാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ദിവസവും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും നിധികാ ദേവത തീർച്ചയായും നിങ്ങൾക്ക് വേണ്ട തുക നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതാണ്.